ഹായ് ഹലോ ഇന്നൊരു ഉണക്കമാന്തൽ വറ്റിച്ചെടുത്താലോ. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് കുറച്ചുകൂടെ നല്ലത്. ചെറിയുള്ളി പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായി വെന്തുടഞ്ഞതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലിടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി തിളച്ച് വരണം. തിളച്ചതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. ഈ മീനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി തിരുമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ തിരുമ്പി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി മീൻ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും അവസാനമാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കാറ്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഉണക്കമാന്തൽ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്.